കൃഷ്ണ. ഭഗവാന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദശമി ദിനാശംസകൾ. നമ്മൾ ഇന്നൊരു വാട്ടേ ഈറ്റിൻ്റെ ഡേയിലേക്കാണ് പോകുന്നത്. ദശമി ദിവസമായി ഇന്ന് രാവിലെ ഞാൻ ഉപ്പുമാവ് കഴിച്ചു. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാതെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് പിന്നെ ഒരിക്കലൂണായതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് അമ്മ എടുത്തോട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഊണ് കഴിച്ചു. എന്നിട്ട് പിന്നെ വൈകിട്ട് നമ്മൾ ചായ കുടിച്ചു. രാത്രിയിൽ ലഘു ഭക്ഷണമേ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് പാലും പഴവും കഴിച്ചു. പിന്നെ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. പിന്നെ ദ്വാദശി ദിവസം, അതായത് നാളെ ഏകാദശി കഴിഞ്ഞ് മറ്റന്നാൾ 2/12/2025 രാവിലെ പാരണ വീടേണ്ട സമയമൊക്കെ ഞാൻ ഏകാദശി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചുള്ള നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ കേട്ടോ. പാരണ എന്നാൽ എന്താണെന്ന് ആദ്യമായി ഏകാദശി എടുക്കുന്നവർക്കായി ഞാൻ പറയാം. ദ്വാദശി ദിവസം, അതായത് 2/12/2025 ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം സാധിക്കുന്നില്ലെങ്കിൽ വീടുകളിൽ നമ്മൾ ദശമി ദിവസത്തിലെ പറിച്ചു വെച്ചിരിക്കുന്ന തുളസിയിലയും അരി അല്ലെങ്കിൽ മലരിട്ട് വെച്ച വെള്ളവും കൂടെ കുടിച്ചിട്ട് നമുക്ക് പാരണ ചെയ്യാം, അല്ലെങ്കിൽ വ്രതം അവസാനിപ്പിക്കാം. ദ്വാദശി ദിവസവും ഒരിക്കലൂണാണ് ഉത്തമം. ബാക്കി നേരങ്ങളിൽ നമുക്ക് ഗോതമ്പ്, പാൽ, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഭഗവാന്റെ എല്ലാ പ്രിയ ഭക്തർക്കും കൃഷ്ണാനുഭവങ്ങൾ നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രാധേശ്യാം.